ചില്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. ഒരു നാടകക്കാരനും കേരളത്തിലെ ഒരു ജയിലിലും ശിക്ഷിക്കപ്പെട്ടു കുറ്റവാളിയായി കിടക്കുന്നില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളെ ഒരു പ്രധാന വേഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ കൊണ്ടുവരുന്ന ആൾ വേസ്റ്റാണെങ്കിൽ എന്നെ അവിടെ രാജസ്ഥാനിലാണ്, അവിടെ നിന്ന് ബാക്കിയാണ്. രണ്ടാമത്തെ ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പോഴാണ് ബേസിൽ നേരെ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ കറക്റ്റ് മീറ്ററാണ്, പിടിച്ചോ നമുക്ക് പൊളിക്കാം. മഞ്ജു പിള്ള വന്നിട്ട് എൻ്റെ മുതുകിലിങ്ങനെ പിടിച്ചിട്ട് 3 ഇടി ഇടിച്ചു. എന്നിട്ട് പറഞ്ഞത് കളവാ, ഇതെവിടെ പോയി കിടന്ന് വെച്ചു. നമസ്കാരം, ഞാൻ മീനാരാജ്. സത്യം പറഞ്ഞാൽ ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ മലയാള സിനിമയിലേക്ക് വന്ന പുതിയ യുവത്വങ്ങളിൽ ഒരാൾ എന്നാണ്. ഒരർത്ഥത്തിൽ ശരിയാണ് കേട്ടോ. 70-ാം കാലത്തിലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്, അതും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ. ഈ ബൈബിളിൽ ഒരു വാചകമുണ്ട്, നിനക്ക് കിട്ടാത്തതിനെക്കുറിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ട, നിനക്കുള്ളതാണെങ്കിൽ അതവിടെ ഉണ്ട്. അതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാനൊന്നും പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ സ്വപ്നം കണ്ടോ ഒന്നും ജീവിച്ച ആളല്ല കേട്ടോ. 55 കൊല്ലമായിട്ട് നാടകത്തിൻ്റെ പുറകെ എങ്ങനെ നടക്കുക. അതുകൊണ്ട് തന്നെ സിനിമ എൻ്റെ ഒരു സ്വപ്നവുമായിരുന്നില്ല, പ്രതീക്ഷയുമായിരുന്നില്ല. നാടകം നന്മയുടെ കലാരൂപമാണ്. അപ്പോൾ നാടകത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ മകൻ നല്ല മനുഷ്യനാവും എന്നുള്ള അമ്മയുടെ ആഗ്രഹമാണ് 10-ാം വയസ്സിൽ ഞാൻ നാടകത്തിൽ വരുന്നത്. നാടകമാണ് എനിക്ക് ആത്മവിശ്വാസം തരുന്നത്. ഇപ്പോഴും എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നാടകമാണ്. ഒരുപാട് മനുഷ്യർ പ്രതികളായി കുറ്റവാളികളായി ശിക്ഷിക്കപ്പെട്ട് കിടക്കുകയാണ്. പീഡനത്തിൽപ്പെട്ടവർ, മോഷണത്തിൽപ്പെട്ടവർ, വിശ്വാസവഞ്ചന ചെയ്തവർ, അതല്ലെങ്കിൽ കൊലപാതകത്തിൽപ്പെട്ട്, അങ്ങനെ ഒരുപാട് പേര് ജയിലിൽ കിടപ്പുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്. എന്തിനാ ഇപ്പോൾ ഞാൻ ചെന്നിട്ടിരിക്കുന്ന സിനിമാ രംഗത്തുള്ളവർ വരെ, അല്ലെങ്കിൽ കലാകാരന്മാരിൽ കേരളത്തിന് പുറത്തൊക്കെയുള്ള സിനിമാ കലാകാരന്മാർ വരെ ശിക്ഷിക്കപ്പെട്ട് ജയിൽ പ്രതികളായിട്ട് കിടപ്പുണ്ട്, കുറ്റവാളികളായ. പക്ഷെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, നാടകക്കാരെന്നുള്ളവർ, ഒരു നാടകക്കാരനും കേരളത്തിലെ ഒരു ജയിലിലും ശിക്ഷിക്കപ്പെട്ട് കുറ്റവാളിയായി കിടക്കുന്നില്ല. അപ്പോൾ എന്നെ ഒരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയാണ് അമ്മ നാടകത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും മഹത്തായ കലാരൂപമാണ്. ഇപ്പോൾ സിനിമയെന്ന് പറഞ്ഞത് നമ്മൾ കരുതുന്ന പോലെ ഒരു ചെറിയ കലാരൂപമല്ല. ലോകത്തിൽ ഇത്രയധികം ജനങ്ങളെ ആകർഷിക്കുന്നൊരു ദൃശ്യമാധ്യമം ഇല്ല, സിനിമയാണ്. പണ്ട് 1964 ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഗോവൊക്കെ ഒരു ട്രിപ്പ് പോയി. ശാലിനി എന്നൊരു സിനിമ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നാടകക്കാരനാണെങ്കിൽ പോലും അവർക്കെല്ലാവർക്കും എന്നെ അറിയാൻ വയ്യ. കാരണം ഈ നാടകം എല്ലാവരും കാണണമെന്നില്ലല്ലോ. ഞാൻ അഭിനയിച്ചതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ അത്രയും പ്രധാനപ്പെട്ട കഥാപാത്രമായി ചെല്ലുമ്പോൾ അവർ എന്നോട് കാണിച്ച ഒരു റെസ്പെക്റ്റുണ്ട്. എന്നോട് കാണിച്ച റെസ്പെക്റ്റ് മാത്രമല്ല, വളരെ സൗമ്യമായിട്ടും ശാന്തമായിട്ടും വിശദമായിട്ടും എനിക്ക് പറഞ്ഞു തരിക. കാരണം ഞാൻ പുതുതായിട്ട് വരുന്ന സിനിമ എന്ന മാധ്യമത്തെക്കുറിച്ച് എനിക്കറിയില്ല. നമ്മൾ ഈ 4 സൈഡ് തട്ടിയുടെ പുറകിൽ നിന്ന് വന്ന് അഭിനയിച്ചു അല്ലേ പോകുന്ന ആൾ. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞ വിശാലമായ ക്യാൻവാസുള്ള ഈ മാധ്യമത്തിൽ പുതുതായിട്ട് പ്രവർത്തിക്കുന്ന ഞാൻ ഇതുവരെ പരിചയപ്പെട്ടതും എന്നാൽ എൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതുമായ കാര്യങ്ങളുണ്ട്. പുതിയ ചെറുപ്പക്കാരെല്ലാവരും വളരെ മിടുക്കന്മാരാണ്. ഒരു സത്യം ഞാൻ പറയാമല്ലോ, ഞാൻ ബേസിലിനെ സിനിമ കണ്ടിട്ടുണ്ട് ബേസിലിൻ്റെ, പക്ഷേ ബേസിലായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. ബേസിൽ എന്നെയും അറിയില്ല. ഇപ്പോൾ ശാലിനി എന്ന് പറഞ്ഞ സിനിമയിൽ മുത്തച്ഛൻ്റെ കഥാപാത്രമാണ് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്,
ഈ നവംബർ 2023 നവംബർ 5-നാണ് അതിൻ്റെ ഷൂട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് മുമ്പ് ആരെയോ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫിക്സ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം, പിൽക്കാലത്ത് ഞാൻ അവരുടെ സംസാരത്തിൽ നിന്ന് അവരെന്നോട് പറഞ്ഞതോ, അവർ വലിയ നടന്മാരെ വെച്ച് ആലോചിച്ചിരുന്നൊരു പ്രോജക്റ്റാണത് എൻ്റെ വേഷം. പക്ഷെ അതായത് നെടുമുടി വേണുചേട്ടനെ പോലെയുള്ള ആളുകളെ വെച്ച് ആലോചിച്ചിരുന്നതാണ്. വേണുചേട്ടൻ മരിച്ചുപോയി. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ഇന്ദ്രൻസിനെ വെച്ച് ആലോചിച്ചു. ഇന്ദ്രൻസ് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള അത്ഭുത നടന്മാരുടെ ഒരാളാണ്. അദ്ദേഹത്തെ വെച്ച് ആലോചിച്ചപ്പോൾ ഒരു പറ്റുമെന്ന് വെച്ചാൽ അതൊരു 10-35 ദിവസം ദൈർഘ്യമുള്ള ഷെഡ്യൂളാണ്. അത്തരം ദിവസം ഒരുമിച്ച് ഇന്ദ്രൻസിന് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതൊരു ടെൻഷനായി. കാരണം ഈ രാജസ്ഥാനിലും ജയ്സാൽമീർ, കാശി, വാരണാസിയൊക്കെയാണ് ഷൂട്ട്. അപ്പം അത്രയും ദൂരെ ആയതുകൊണ്ട് ഇന്ദ്രൻസിന് വരാൻ പറ്റാത്ത എന്തോ ഒരു അവസ്ഥ വന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം കേരളത്തിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലേ അതോ പറ്റില്ല. അപ്പോൾ പിന്നെ ആര് എന്നുള്ള ചിന്തയിൽ അവർ തീരുമാനിക്കുന്നു പുതിയൊരാൾ. പ്രേമപ്രകാശിൻ്റെ ഫോട്ടോ കിട്ടി അദ്ദേഹം സംവിധായകൻ നിതീഷ് സഹദേവൻ അയച്ചു കൊടുക്കും. നിതീഷ് സഹദേവൻ കണ്ടിട്ട് ഫിഗർ കണ്ടുകൊണ്ട് നമുക്ക് പറ്റിയ ആളാണ് വിളിക്കുകയെന്ന് പറയും. ആ പുള്ളിയോട് ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസിങ് നടത്താൻ പറയും. ഒന്ന് കഥാപാത്രത്തിന് പറ്റി സാഞ്ചോന് അന്ന് ചേട്ടാ വേണ്ട, ഒന്ന് സെൽഫ് ഇത്തിരി രസകരമായിട്ട് സംസാരിക്കണം കേട്ടോ. ഇതിൽ അപ്പൂപ്പൻ ഇച്ചിരി രസകരമായിട്ടൊക്കെ സംസാരിക്കേണ്ട കഥാപാത്രമാണ്. വളരെ ഗൗരവത്തിലൊന്നും ഇൻട്രൊഡ്യൂസിങ് നടത്തണ്ട. ഞാനങ്ങനെ എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസിങ് നടത്തി. അത് വേറെ തരത്തിലുള്ള വേണം. ഞാൻ ചെയ്തെങ്ങനെയാണ്, എൻ്റെ പേര് മീനാരാജ്. ഒറ്റടി കേൾക്കുമ്പോൾ പെണ്ണിൻ്റെ പേരാണെന്ന് തോന്നുന്നു, അല്ലേ? മീന രാജൻ. ഒന്നുകിൽ ഭർത്താവിൻ്റെ പേര് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര്. പെണ്ണിൻ്റെ പേരാണ്. ഈ പെണ്ണിൻ്റെ പേരാണ് തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ മെസ്സഞ്ചറിലും വാട്സാപ്പിലൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രേമലേഖനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ പേര് മീനാരാജല്ല, മീന രാജൻ. അതെൻ്റെ അമ്മ ബുദ്ധിപൂർവ്വം ഇട്ട വളരെ അർത്ഥവത്തായ ഒരു പേരാണ്. പെണ്ണിൻ്റെ പേരർത്ഥമില്ല. മീനം മാസത്തിൽ ജനിച്ചത് കൊണ്ട് മീനത്തിൻ്റെ രാജൻ, മീനരാജൻ. നവംബർ 3-ന് ഇവിടുന്ന് പോകുന്നു, നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന്. അവിടെ വെച്ച് നെടുമ്പാശ്ശേരിയിൽ ജഗദീഷ് സർ, മഞ്ജു, ഇവർ രണ്ടുപേരും ഉണ്ട് എയറോഡ്രോമിൽ. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ ഈ ജഗദീഷ് സാർ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരാളാണ്. അപ്പം ഞാനെന്ന് പറഞ്ഞൊരാളെ കാണുമ്പോൾ ഞാൻ ആരാണെന്ന് അദ്ദേഹം നേരത്തെ അന്വേഷിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ ഇതുവരെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന നടനൊന്നുമല്ല. പക്ഷേ ഞാൻ ആരാണ്, ഇന്ന ആളാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ ഉപയോഗിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഞാൻ നാടകരംഗത്ത് നിൽക്കുന്ന ആളാണ്, നാടകം പ്രാന്തമായിട്ട് നടക്കുന്ന ആളാണ്, 55 വർഷമായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മൂപ്പര് അറിഞ്ഞു. അത് നാടകം സാമ്പ്രദായിക പഴയ വയസ്സും പുതിയ നാടകങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, പുതിയ നാടകരൂപമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ മൂപ്പര് ആയിരിക്കണം സർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാർ എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എന്നാ നിങ്ങളൊക്കെ നമ്മൾ സാർ എന്ന് വിളിക്കണ. കാരണം അവരൊക്കെ എന്നെക്കാളൊക്കെ എത്രയോ മുമ്പ് കേരളത്തിൽ രജിസ്റ്ററായ കലാകാരൻ, സിനിമാ കലാകാരൻ, ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ആളാണ്. അപ്പം മൂപ്പര് പറയുക, അതല്ല നിങ്ങളും 19 കൊല്ലം നാടകരംഗത്ത് നിന്ന ആളല്ലേ, ഞങ്ങൾ സിനിമയിലും 19 കൊല്ലമായി സിനിമാ രംഗത്തേക്ക്. ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾ പൊതുവെ കുറവ് കിട്ടുന്ന നാടകത്തിൽ 50 കൊല്ലമായി നിരന്തരം നിൽക്കുന്നു. ഞങ്ങളങ്ങനെയല്ല, അത്യാവശ്യം കാശ് കിട്ടുന്നിടത്താണ്. മഞ്ജു എന്നെ പരിചയപ്പെടുത്തി. മഞ്ജു വളരെ 1-2 വാക്കുകൾ പറഞ്ഞുള്ളെങ്കിൽ നല്ല സ്നേഹത്തിൽ സംസാരിക്കും. ബേസിൽ വന്നു കയറി, ബേസിൽ എന്നെ പരിചയപ്പെടുത്തി. ബേസിലും വളരെ സൗമ്യമായിട്ടൊന്ന് ചിരിച്ചു, ആ ചേട്ടാ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. രാജസ്ഥാനിലെത്തുന്നു, ജയ്സാൽമീറിൽ. നവംബർ 5-ന് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ ഇത് എൻ്റെ ഷോട്ട് എടുക്കുമ്പോഴുള്ള പ്രത്യേകത, ക്യാമറയ്ക്ക് പുറകിൽ ജഗദീഷ് സാറ്, നമ്മുടെ ബേസിലെ, പിന്നെ മഞ്ജു, ഇവർ 3 പേരും ക്യാമറയുടെ പുറകിൽ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ നിൽക്കുന്നതിൽ ഒരു ഉത്കണ്ഠ. എനിക്ക് ഇത്രയും പരിചയമുള്ളതുകൊണ്ടൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളെ ഒരു പ്രധാന വേഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ കൊണ്ടുവരുന്ന ആൾ വേസ്റ്റാണെങ്കിൽ എന്നെ അവിടെ രാജസ്ഥാനിലാണ്,
അവിടുന്ന് ബാക്ക് ചെയ്യണം, എനിക്ക് പകരമുള്ള ആളെ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ വരുന്ന അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, കാരണം എന്നെ അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്നു, റിഹേഴ്സൽ കഴിഞ്ഞു, ആദ്യത്തെ ടേക്ക് പോകുന്നു. ടേക്ക് പോയപ്പോൾ ടേക്ക് ഓക്കെയാണ് ചേട്ടാ എന്ന് സംവിധാനം പറഞ്ഞു. എന്നാലും ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാം ചേട്ടൻ, ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞിരിക്കുക, അപ്പോൾ ഒന്നുകൂടി ക്യാമറയ്ക്ക് ഇതാവും എന്ന് പറഞ്ഞിട്ട്, നമുക്ക് ഈ ക്യാമറ ശ്രദ്ധിക്കുന്ന ഏർപ്പാടില്ലാത്തതുകൊണ്ട് അപ്പോൾ അത് ആ നിർദ്ദേശവും പറഞ്ഞ് രണ്ടാമത്തെ ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു. അപ്പോഴാണ് ബേസിൽ നേരെ എൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് എൻ്റെ കൈ ഷെയ്ക്കേണ്ടത് മുറുകെ പിടിച്ചിട്ടുണ്ടോ. അപ്പോൾ കറക്റ്റ് മീറ്ററാണ്, പിടിച്ചോ നമുക്ക് പൊളിക്കാം. അതായത് ബേസിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ, എൻ്റെ അഭിനയിച്ച് പറഞ്ഞല്ല എൻ്റെ അടുത്ത്, മനസ്സിലായോ, പൊളിക്കാൻ പോവാന്നോ, വേറെ ഒന്നും പറഞ്ഞില്ല. ജഗദീഷ് സാറ് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ നല്ല കോൺഫിഡൻറ്റാണ്, അതുകൊണ്ട് ഈ പുതുമുഖങ്ങളുടെ ഒരു പതർച്ചയും സാറിലില്ല, സാർ ഇത് കറക്റ്റായിട്ട് ചെയ്യും, സാർ ഇപ്പം തന്നെ ട്രാക്കിലാണ്. ഓക്കെ. മഞ്ജു പിള്ള വന്നിട്ട് എൻ്റെ മുതുകിലിങ്ങനെ പിടിച്ചിട്ട് 3 ഇടിച്ചു. എന്നിട്ട് പറഞ്ഞത് കളവാണ്, ഇതെവിടെ പോയി കിടന്നു വെച്ചു, നേരത്തെ വന്നിട്ട് 4 മാസം മുമ്പ് പടർ ഷൂട്ടിങ് കഴിഞ്ഞു. കാശിക്ക് പോകണമെന്നൊരാഗ്രഹം വരുന്നല്ല എൻ്റെ അമ്മ പറഞ്ഞു. അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, മരണം കഴിഞ്ഞ് വലിയ ചടങ്ങൊന്നും വേണ്ട, മോൻ എപ്പോഴെങ്കിലും യാത്ര ചെയ്ത് കാശി പോകണമെങ്കിൽ വെറുതെ ആ ഗംഗയിലൊന്നും മുങ്ങ. എൻ്റെ അമ്മക്കും അച്ഛനും മോക്ഷം കൊടുത്തേക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ അത് വേറെ ഒരു കാര്യവും ചെയ്യണം. പക്ഷേ ഇതപ്പോൾ ഈശ്വരാനുഗ്രഹം പോലെ, എൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ ഇത്രയും വലിയ സെറ്റപ്പിൽ, ഇപ്പോൾ സിനിമയിൽ ആ ഷോട്ട് കാണിച്ചില്ലെങ്കിലും ഞാൻ ഗംഗയിൽ മുങ്ങുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു, അതെടുത്തതാണ്. അപ്പോൾ അത് വലിയ സെറ്റപ്പിൽ അത് എടുക്കുന്നതിന് മുമ്പും സത്യം പറഞ്ഞാൽ വെളുപ്പിന് 2:30 മണിക്കാണ് അവസാനം എടുക്കുമ്പോൾ ബേസിൽ പറഞ്ഞു വേണ്ട, അപ്പം ഈ സമയത്ത് വെള്ളത്തിൽ ഇറക്കാൻ പറ്റില്ല. മഞ്ജു പറഞ്ഞു, ചേട്ടൻ പിന്നെ അപ്പൂപ്പനെ ഇറക്കാൻ പറ്റില്ല, പൂപ്സിനെ ഇറക്കാൻ പറ്റില്ല. ജഗദീഷും സാറിന് ഈ ഇത്രയും പ്രായമുള്ള ആളാണ്, ഈ സമയത്ത് ഇറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിക്കോളാം. കാരണം എന്താ പറയുക, എനിക്ക് സിനിമയല്ല എൻ്റെ മനസ്സിൽ, എൻ്റെ അമ്മ പറഞ്ഞ ആഗ്രഹം ഇത് ഇത്ര സെറ്റപ്പിൽ എനിക്ക് മുങ്ങാൻ കഴിഞ്ഞല്ലോ, അത് എനിക്ക് കിട്ടിയ പുണ്യമാണ്. അപ്പോൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ് ഞാൻ പോയത്. എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ 45 വർഷമായി ഒരുമിച്ച് നടന്നിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് IT ജോസഫ്. ഞങ്ങൾ വിളിക്കാത്ത ദിവസങ്ങളില്ല, മനസ്സിലായി. എല്ലാ വർഷവും നാടകം കളിക്കും, ഞങ്ങൾ ഒരുമിച്ച് 2 പേർ ചേർത്തൊരു പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര അടുത്ത് സൗഹൃദമുള്ള ആൾ. അപ്പോൾ അയാളുടെ ഏറ്റവും ഞാൻ വിമാനത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരും പറയും, മീനെയും ഞാൻ വിമാനത്തിൽ കയറ്റും, മനസ്സിലായി. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് മസ്കറ്റിൽ 2 ആഴ്ചത്തെ പ്രോഗ്രാം കിട്ടുന്നു. എനിക്കാണെങ്കിൽ പാസ്പോർട്ടില്ല, പാസ്പോർട്ട് വേണമെങ്കിൽ SLC ബുക്ക് വേണം. SLC ബുക്ക് നമുക്കിനി ജീവിതത്തിലുണ്ട് SLC ബുക്ക്, അതുകൊണ്ട് ഞാനിത് എവിടെയാണ് വെച്ചതെന്ന് ഓർക്കണില്ല. അങ്ങനെ തിരഞ്ഞു പിടിച്ചു, അതൊക്കെ കണ്ടെടുത്തു. എനിക്ക് പാസ്പോർട്ടും കിട്ടി, ഞങ്ങൾ പോകാൻ തയ്യാറായി. അതായത് ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ 24-ന് ഞങ്ങൾ ഇവിടുന്ന് മസ്കറ്റിലേക്ക് പോകേണ്ടതായിരുന്നു. അത്ര അടുത്ത സുഹൃത്ത്, അതിനുള്ള യാത്രയ്ക്കെല്ലാം തയ്യാറായി. പക്ഷേ സെപ്റ്റംബർ 15-ാം തീയതി ഒരു സന്ധ്യയ്ക്ക് ഒരു ട്രിപ്പർ റോഡ് തട്ടി ഈ കൂട്ടുകാരൻ പെട്ടെന്ന് ആക്സിഡൻറ്റ് മരിച്ചു. മനസ്സിലായി. അത് എനിക്കുണ്ടാക്കിയ ഷോക്ക് അതിഭീകരമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ എൻ്റെ ആ കൂട്ടുകാരൻ മരിച്ചു എന്നറിയുന്ന നിമിഷമുണ്ട്. അത് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് എന്നെ ബേസിൽ തോളത്ത് പിടിച്ച് മാറ്റിയെടുത്തു. എന്നിട്ടിപ്പം മോൻ ചോദിച്ച പോലെ സിനിമ അങ്ങോട്ട് മറക്കുക, സിനിമയെ അങ്ങോട്ട് മറക്കുക. അപ്പോൾ ഡയലോഗൊന്നുമില്ല, ഈ വാർത്ത അറിയാലും അപ്പൂപ്പൻ്റെ ഒരു സങ്കടം ആണ് അഭിനയിക്കേണ്ടത്. അപ്പോൾ അപ്പൂപ്പൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ ഓർത്താൽ മതി. ആക്ഷനും കെട്ടുമൊക്കെ അവിടെ നിന്നോട്ടെ, അത് ചെയ്താൽ മതി. സത്യം, ഞാൻ എൻ്റെ മനസ്സിലാ സമയത്ത് എൻ്റെ ഈ മരിച്ച കൂട്ടുകാരൻ എനിക്കറിയാതെ, ഞാൻ അതൊന്നും അവർ പറഞ്ഞല്ല, ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് ഞാനിങ്ങനെ നേരെ നോക്കി എന്നാണ് എക്സ്പ്രഷൻ. അത് കേട്ട് ഞാൻ അറിയാതെ തല താഴ്ന്നു പോയതാണ്. കാരണം എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അപ്പം അത് ആ സിനിമയിലെ സൗഹൃദം അങ്ങനെയാണ്. പുതിയ വിശേഷ ഫാലിന് എനിക്ക് അത്യാവശ്യം അവസരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്.
എൻ്റെ ഒരു 8ഓളം സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വലിയ വേഷങ്ങളൊന്നും അല്ല കേട്ടോ. കാരണം ഈ നമ്മുടെ പുതിയ സിനിമകൾക്കകത്ത് അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ പൊതുവെ കഥകളിൽ അല്ലാത്ത കഥകളിൽ പോലും ഇല്ല. അപ്പോൾ ആ പ്രാധാന്യം ഇപ്പോൾ തിരിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും എനിക്കിപ്പോൾ കൊച്ചു കൊച്ചു അവസരങ്ങളാണെങ്കിൽ ഞാനിപ്പോൾ ചെറുത് വലുതൊന്നും സെലക്റ്റീവ് ഒന്നും അല്ല കേട്ടോ. പുതിയ ചെറുപ്പക്കാർ വിളിച്ചാൽ പോവുകയാണ്. കാരണം അവർ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ED എന്ന് പറഞ്ഞൊരു സിനിമ സുരാജിൻ്റെ പടുത്ത സെക്യൂരിറ്റിയുടെ വേഷം ഞാൻ ചെയ്തു. നല്ല വേഷമാണ്, അത്യാവശ്യം ടേസ്റ്ററാണ്. രേഖാചിത്രത്തിൽ കാണാതാകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് ധരിക്കുന്നയാൾ, അച്ഛൻ കഥയിലതല്ല എങ്കിലും ഇയാളുടെ മകളും നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ഡയലോഗ് എനിക്ക് തോന്നുന്നു എൻ്റെ അങ്ങനെ ഒന്നേ ഉള്ളൂ. പക്ഷേ മകളുടെ അടയാളമായിട്ടൊരു കൊലുസ് കാണിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട്, ഇതെൻ്റെ മകളുടേതാണ്. അതുവരെ മരിക്കാതെ കാത്തിരുന്ന ആളാണ്. പക്ഷേ ഇത് കണ്ടു. പിറ്റേ ദിവസം വരാമെന്നും പറഞ്ഞ് ആസിഫ് അലിയുടെ സംഘം പോകുന്നു. പക്ഷേ പിറ്റേ ദിവസം അയാൾ മരിക്കുന്നു. ആസിഫ് അലിയൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ പുതിയ കുട്ടികളൊക്കെ അതായത് അഭിനയിക്കാൻ ഞാൻ ചെന്ന് അവിടെ ഇരിക്കുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ കണ്ടു. ആ ചേട്ടാ എന്താണ് പേരെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ചേട്ടൻ സിനിമയിൽ നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സാരിനില്ല. അപ്പോൾ അയ്യോ പറഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാൻ കണ്ടാണ് ചേട്ടാ ഭയങ്കര പെർഫോമൻസ് ചേട്ടാ. എന്നിട്ട് എന്നോട് ഒരു സങ്കടം പോലെ ബേസിൻ്റെ വേഷത്തിലേക്ക് എന്നെ വിളിച്ചതാണ് ചേട്ടാ. പക്ഷേ എനിക്ക് സമയത്തിൻ്റെ പ്രശ്നം വന്ന് പോയതാണ്. അപ്പോൾ ആ അടുപ്പം ഇതാണ് ഈ സിനിമ അഭിനയിക്കാൻ ചെന്നപ്പോഴേ പോരുന്നവരെന്നോട് വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും പെരുമാറും. എൻ്റെ സ്വന്തം പുണ്യാൾ. അതിൻ്റെ ക്ലൈമാക്സിൽ അർജുന അശോകൻ്റെ അത്യാവശ്യം ഡയലോഗുള്ള ആളാണ്. അധികം സീനില്ല എങ്കിലും വളരെ നിർണായകമായ ഒരു കഥാപാത്രയുടെ അപ്പൂപ്പനായിട്ട് ചെയ്തു. സന്തോഷമാണ്. ഇതൊക്കെ വരട്ടെ. എല്ലാം നമ്മൾ ഞാൻ കരുതുന്നത് ഇതെല്ലാം ബോണസാണ്. ഇനി കിട്ടുന്നതല്ല ബോണസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു വേഷമൊന്നോ വലിയ വേഷമൊന്നോ ഉള്ള വേർതിരിവൊന്നുമില്ല. ആര് വിളിച്ചാലും ഞാൻ പോവുക. കാരണം നമുക്കിനി സമയമില്ലേ, നമുക്കിനി ഇല്ലേ ഓടുന്നത്ര അങ്ങ് പോട്ടെ. അപ്പോൾ എല്ലാവരും ഇവിടെ പരിചയപ്പെടുന്നു. എല്ലാവരും നന്നായിട്ട് പെരുമാറുന്നുണ്ട്. ഇപ്പോൾ ജോഫിനൊക്കെ ഈ ജോഫിൻ ഡബ്ബിങ്ങിന് ചെല്ലുമ്പോഴും ഷൂട്ടിനൊക്കെ ചെല്ലുമ്പോഴൊക്കെ വളരെ കാരണം അവരുടെ അപ്പച്ചൻ്റെയൊക്കെ പ്രായമുണ്ടല്ലോ. അതിൻ്റെ ഒരു അംഗീകാരവും സ്നേഹമൊക്കെ എല്ലാവരും തരുന്നുണ്ട്. പിന്നെ വിഷ്ണുമണി കൃഷ്ണൻ്റെ ബിപിൻ ജോർജിൻ്റെയും കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശുദ്ധപുത്രന്മാർ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. സന്തോഷമാണ് പൊതുവെ. ചെല്ലിമുളം കാടുകളിൽ ലല്ലലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ, വെയിൽ നിന്നു വിളയാടും ഇളവില്ല നിലമാണ്, നിവരാനും നേരമില്ല തെന്നലേ, ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തെന്നല്. ഞാനിവിടെ നിൽപ്പുണ്ട്. തെന്നല് നീ ഇവിടെ ആ കാറ്റേ നീ വരുമെങ്കിൽ ഞാനിവിടെ, ഇതുവഴി പോരുമോ നീ തെന്നല്.